യുവനടിയുടെ പീഡന പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ കേസെടുത്തു. നടിയുടെ വീട്ടിലെത്തി പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തു. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് സാറ ജോസഫ് ഉൾപ്പെടെ സ്ത്രീപക്ഷം പ്രവർത്തകർ സംയുക്ത പ്രസ്താവന ഇറക്കി. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പോലീസ് അന്വേഷണം തുടങ്ങി. മാധ്യമപ്രവർത്തകർ വഴി തടഞ്ഞുവെന്നാരോപിച്ച് സുരേഷ് ഗോപി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ജില്ലയിലെ മഴക്കെടുതിയിലെ നഷ്ടപരിഹാരം അടിയന്തരമായി നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. നാശനഷ്ടങ്ങളുടെ കണക്കുകൾ സംബന്ധിച്ച് ജില്ലാ കളക്ടർ വിശദമായ റിപ്പോർട്ട് നൽകിയെന്നും മന്ത്രി. തൃശൂർ ശക്തൻ നഗറിൽ KSRTC ബസ്സിടിച്ച് തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ ഇനിയും പുനഃസ്ഥാപിച്ചില്ല. പ്രതിമ പുനഃസ്ഥാപിക്കാത്തത് ശക്തൻ തമ്പുരാനോടുള്ള കോർപ്പറേഷൻ അധികാരികളുടെ അവഗണനയാണെന്ന് ആരോപണം. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനത്തെ ആൽമരത്തിന് കേരള വനഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ പുനർജീവനം നൽകിയത് കാണാൻ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ എത്തി. മരങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അത്ഭുതകരമാണെന്ന് മന്ത്രി. യുക്രൈനിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട തൃക്കൂർ സ്വദേശി സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. മൃതദേഹം മോസ്കോയിൽ എത്തിക്കാനായിട്ടില്ലെന്ന് ഇന്ത്യൻ എംബസി. വാർത്തകൾ വിശദമായി. നടിയുടെ പീഡന പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തു. നടിയുടെ വീട്ടിലെത്തി പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തു. മൊഴി പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് DIG അജിത ബീഗം പറഞ്ഞു. തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് 2016 സിനിമ വാഗ്ദാനം ചെയ്ത് വിളിച്ചുവരുത്തി സിദ്ദിഖ് പീഡിപ്പിച്ചു എന്നാണ് നടിയുടെ പരാതി. അതേസമയം ജയസൂര്യക്കെതിരെ പീഡന പരാതിയുമായി മറ്റൊരു നടി കൂടി രംഗത്തെത്തി. ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തന്നെ കടന്നുപിടിച്ചുവെന്നാണ് നടിയുടെ പരാതി. അതേസമയം അമ്മ സംഘടനയിലെ കൂട്ടരാജിയിൽ ടൊവിനോ തോമസ്, സരയു, അനന്യ, വിനുമോഹൻ തുടങ്ങിയവർ വിയോജിപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തി. രാജി നിർബന്ധിതമായിരുന്നുവെന്നാണ് ഇവരുടെ പക്ഷം. അതിനിടെ ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സാറ ജോസഫ് ഉൾപ്പെടെയുള്ള 100ഓളം സ്ത്രീപക്ഷ പ്രവർത്തകർ ഒപ്പിട്ട സംയുക്ത പ്രസ്താവന ഇറക്കി. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പോലീസ് അന്വേഷണം. കഴിഞ്ഞ ദിവസം തൃശൂർ രാമനിലയത്തിൽ നടന്ന സംഭവത്തിലാണ് അന്വേഷണം. മുൻ MLA അനിൽ അക്കര നൽകിയ പരാതിയിലാണ് തൃശൂർ ACPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുന്നത്. പോലീസ് വ്യാഴാഴ്ച അനിൽ അക്കരയുടെ മൊഴിയെടുക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതികരിക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റുകയായിരുന്നു. അതേസമയം മാധ്യമപ്രവർത്തകർ തന്റെ വഴി തടഞ്ഞുവെന്നാരോപിച്ച് സുരേഷ് ഗോപി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. രാമനിലയം ഗസ്റ്റ് ഹൌസിൽ വെച്ച് മാർഗതടസ്സം സൃഷ്ടിച്ചുവെന്നാണ് പരാതി. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഡൽഹി പോലീസും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലയിലെ മഴക്കെടുതിയിലെ നഷ്ടപരിഹാരം അടിയന്തരമായി നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ജൂലൈ 29, 30, 31 തീയതികളിലായി ജില്ലയിലുണ്ടായ അതിരൂക്ഷമായ മഴയെ തുടർന്ന് ജില്ലയിലുണ്ടായ വിവിധ തലങ്ങളിലുള്ള നാശനഷ്ടങ്ങൾക്ക് അടിയന്തരമായ നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. 55 വീടുകൾ പൂർണ്ണമായും 1372 വീടുകൾ ഭാഗികമായും തകർന്നു. ഇതോടൊപ്പം 749 കടകളിൽ വെള്ളം കയറിയുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ചും പ്രത്യേകം കണക്കുകൾ ലഭിച്ചിട്ടുണ്ട്. കാർഷിക രംഗത്ത് 3450 ലക്ഷം രൂപയുടെ നഷ്ടവും മൃഗസംരക്ഷണ രംഗത്ത് 25 ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടവും പ്രത്യേകം തയ്യാറാക്കി. ജില്ലാ കളക്ടർ സർക്കാരിലേക്ക് വിശദമായ കണക്കുകളാണ് നൽകിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ഇതിന്റെ പരിശോധന നടത്തി എത്രയും വേഗത്തിൽ നഷ്ടപരിഹാരം വിതരണം ചെയ്യാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തൃശൂർ ശക്തൻ നഗറിൽ KSRTC ബസ്സിടിച്ച് തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ ഇനിയും പുനഃസ്ഥാപിച്ചില്ല. പ്രതിമ പുനഃസ്ഥാപിക്കാത്തത് ശക്തൻ തമ്പുരാനോടുള്ള കോർപ്പറേഷൻ അധികാരികളുടെ അവഗണനയാണെന്ന് ആരോപണം. തൃശൂരിന്റെ ശില്പിയായ ശക്തൻ തമ്പുരാനോടുള്ള ആദരസൂചകമായി 12 വർഷം മുൻപാണ് ശക്തൻ സ്ക്വയറിൽ പ്രതിമ സ്ഥാപിച്ചത്. 2012 IP പോൾ മേയറായിരുന്ന കാലത്ത് BJP കൗൺസിലറായിരുന്ന വിനോദ് പൊള്ളാഞ്ചേരിയാണ് കൗൺസിലിൽ ഇക്കാര്യം ആദ്യം ഉന്നയിച്ചത്. തുടർന്ന് കൗൺസിലിന്റെ അംഗീകാരത്തോടുകൂടി തൃശൂർ MP ആയിരുന്ന PC ചാക്കോയുടെ ഫണ്ട് കൂടി പ്രയോജനപ്പെടുത്തി ശക്തൻ സ്ക്വയറിൽ 1.5 ടൺ ഭാരമുള്ള പൂർണ്ണമായി ചെമ്പിൽ തീർത്ത ശക്തൻ തമ്പുരാന്റെ പ്രതിമ സ്ഥാപിക്കുകയായിരുന്നു. പിന്നീട് പ്രതിമ സ്ഥാപിച്ച ശക്തൻ സ്ക്വയറിന്റെ പരിപാലന ചുമതല സ്വകാര്യ സ്ഥാപനത്തിന് കൈമാറുകയായിരുന്നു. ഇവരാകട്ടെ പ്രതിമ സ്ഥാപിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ പേരുകൾ ആലേഖനം ചെയ്തിരുന്ന ശിലാഫലകം ഇവിടെ നിന്ന് എടുത്തു മാറ്റിയതായി ആരോപണമുയർന്നു. ഇതിനിടെയാണ് കഴിഞ്ഞ ജൂൺ 9 പുലർച്ചെ KSRTC ബസ്സിടിച്ച് ശക്തന്റെ പ്രതിമ തകർന്നത്. ഗതാഗത മന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടുകയും
സ്ഥലത്തെത്തിയ മന്ത്രിയും MLAയും മേയറും അടക്കമുള്ള ജനപ്രതിനിധികൾ പ്രതിമ ഉടൻ നന്നാക്കി പുനഃസ്ഥാപിക്കുമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു. ഇതിനായി പ്രതിമ സ്ഥാപിച്ച ശില്പി മുരളി കുന്നുവിളയെ തന്നെ തകരാർ പരിഹരിക്കാൻ ഏൽപ്പിക്കുകയും ജൂൺ 18-ന് പ്രതിമ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. 60 ദിവസത്തിനുള്ളിൽ പ്രതിമ കേടുപാടുകൾ തീർത്ത് പുനഃസ്ഥാപിക്കുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ഇതുവരെയും പുനഃസ്ഥാപിച്ചിട്ടില്ല. തകർന്നു കിടക്കുന്ന കോൺക്രീറ്റ് ബീമുകൾ പോലും ഇനിയും നീക്കം ചെയ്തിട്ടില്ല. പ്രതിമ ഉടൻ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് BJP പാർലമെന്ററി പാർട്ടി നേതാവും കൗൺസിലറുമായ വിനോദ് പൊള്ളാഞ്ചേരി പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അവഹേളനായി ഇത്. ഇപ്പോൾ ഈ ഒരു പ്രതിമ തകർത്തിട്ട് ഏകദേശം ഒരാഴ്ച കൂടി 3 മാസം ആവണം. ഇതുവരെ അന്ന് പറഞ്ഞത് 2 മാസത്തിനകം സ്ഥാപിക്കുന്ന പറഞ്ഞാൽ ഇപ്പോൾ 3 മാസം ആവാറായി. ഒരു നടപടിയും മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് അറിഞ്ഞത്. അത് എന്താ ബന്ധപ്പെട്ടവർക്ക് ഇതിനോട് വലിയ താല്പര്യമില്ലാത്ത പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തൃശ്ശൂർക്കാരുടെ ഒരു വികാരമാണ് ശക്തമ്പുരാൻ. പ്രതിമ അടിയന്തരമായി പുനഃസ്ഥാപിക്കുന്നതിന് MLA ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയും KSRTCയുടെ 10 ലക്ഷം രൂപയും അനുവദിക്കുമെന്നും പ്രതിമ തകർന്നതുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടാക്കാൻ അനുവദിക്കില്ലെന്നും MLA P. ബാലചന്ദ്രൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പ്രതിമയുടെ പുനഃസ്ഥാപനവുമായി ബന്ധപ്പെട്ട പുരോഗതി എന്തെന്ന് ഇപ്പോൾ ആർക്കും അറിയാത്ത സ്ഥിതിയാണ്. TCV ന്യൂസ്, തൃശൂർ. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനത്തെ 1.5 നൂറ്റാണ്ടിലേറെ പ്രായമുള്ള ആൽമരത്തിന് കേരള വനഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ പുനർജീവനം നൽകിയത് കാണുന്നതിന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നേരിട്ടെത്തി. 2 വർഷം മുൻപ് സോഷ്യൽ ഫോറസ്ട്രി നടത്തിയ പരിശോധനയിൽ ഈ ആൽമുത്തശ്ശിക്ക് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ആൽമരം മുറിച്ച് സംസ്കരിക്കുന്നതിനെക്കുറിച്ച് ആദ്യം ആലോചിച്ചെങ്കിലും പുനരുജ്ജീവന സാധ്യതകൾ തേടി പീച്ചിയിലെ KFRIയെ സമീപിക്കുകയായിരുന്നു ക്ഷേത്രോപദേശക സമിതി. KFRI ശാസ്ത്രജ്ഞരുടെ മേൽനോട്ടത്തിൽ മരത്തിലെ ഫംഗസുകൾ കളയുകയും ശിഖരങ്ങൾ മുറിച്ച ഭാഗത്ത് തളം കെട്ടി ഔഷധപ്രയോഗം നടത്തുകയും ചെയ്തതിനെ തുടർന്ന് ആൽമരത്തിൽ പുതിയ നാമ്പുകൾ കിളിർക്കുകയും അവ ചില്ലകളായി വളരുകയുമായിരുന്നു. 2 വർഷം കൊണ്ട് അവ 10 വയസ്സ് പ്രായമുള്ള ചില്ലകളുടെ വളർച്ചയിലെത്തി. KFRI ശാസ്ത്രജ്ഞർ 6 മാസം കൂടുമ്പോഴെത്തി ആവശ്യമായ ഔഷധപ്രയോഗങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകി വരുന്നുണ്ട്. KFRI സ്വന്തം ചെലവിൽ നടത്തിയ ഈ പ്രവർത്തനം വരും തലമുറയുടെ അറിവിലേക്ക് ആൽത്തറയിൽ രേഖപ്പെടുത്തണമെന്നും ഇതുപോലെ പ്രധാനപ്പെട്ട മരങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അത്ഭുതകരമാണെന്നും ഈ പ്രവർത്തന നേട്ടം മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഇത് നമ്മളാരും ഭാവനയിൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ പരീക്ഷണമാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും വനം വകുപ്പും ദേവസ്വം ബോർഡും ചേർന്നുകൊണ്ട് ഇവിടെ ചെയ്തിട്ടുള്ളത്. ആ പരീക്ഷണം വിജയകരമായി മുന്നേറുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് ഇന്നിപ്പോൾ നമ്മൾ നേരിട്ട് കണ്ട ഈ ആൽമരം തളിരിട്ട് നിൽക്കുന്ന മനോഹരമായ കാഴ്ച. ഇതിനെ എങ്ങനെയാണ് പുനരുദ്ധരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതെന്നും ഇവിടെ വരുന്നവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ അടിയന്തരമായും അവിടെ ഒരു ബോർഡ് ഡിസ്പ്ലേ ചെയ്യണം. പിന്നീട് നമുക്ക് സോഷ്യൽ ഫോറസ്ട്രിയുമായി സഹകരിച്ച് ഈ കോമ്പൗണ്ടിനകത്ത് തന്നെയുള്ള ഇത്തരം വൃക്ഷങ്ങൾ കണ്ടെത്തുകയും അവർക്ക് ഇതേ മാതൃകയിലൂടെ പുനരുജ്ജീവന സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് നോക്കണം. ആൽമരത്തിൽ പേരാലും ഇത്തിയും തനിയെ വളർന്നു വന്നതിനാൽ ഒപ്പം അത്തിയും നട്ട് ഏറെ ഔഷധഗുണമുള്ള നാൽപ്പാമരമാക്കി മാറ്റുവാൻ കഴിഞ്ഞതായി ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി ഹരിഹരൻ പറഞ്ഞു. 2 വർഷം മുമ്പ് ഈ ആലിനെ വെട്ടിമുറിച്ച് മൃതപ്രായമായിരുന്നു ആല്. അപ്പോൾ ആലിനെ നമ്മൾ വെട്ടി ആലിനെ എന്താ വെച്ചാൽ നമ്മൾ സംസ്കരിക്കാനുള്ള ഉദ്ദേശമായിരുന്നു. തന്ത്രി വന്ന് നോക്കിയപ്പോൾ ഈ ആലിന് 2-3 നാമ്പുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അപ്പോൾ തന്ത്രി ഇതിനെ കൊല്ലാൻ പാടില്ല, അതിന് ജീവനുണ്ട് പറഞ്ഞു. അപ്പോൾ ഇതിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി നമ്മൾ KFRI എന്ന ആൾക്കാരെ വിളിച്ചു. അവരൊന്ന് ഫസ്റ്റ് നോക്കി എൻ്റെ കൊമ്പുകളൊക്കെ വെട്ടിയിരുന്നു. അതിൻ്റെ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ചെറുതായിട്ട് പിടിച്ചു. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തോടു കൂടി ഈ ആല് ശരിക്ക് ഒരു 10 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടീനെ പോലെ പുനരുജ്ജീവിച്ച് വരികയാണ്. അപ്പോൾ അടുത്ത വർഷം ഏകദേശം 160ഓളം വർഷം പൂരം കണ്ട ആലാണത്. ഈ ആലിന് മുറിക്കുക പറഞ്ഞാലും എല്ലാ ഭക്തജനങ്ങൾക്കും ഭയങ്കര സങ്കടമായിരുന്നു. അതേപോലെ ഭഗവാന്റെ മനസ്സുപോലെ തന്നെ ഈ ആല് വീണ്ടും പുനരുജ്ജീവിക്കുകയാണ്. CCF ഡോക്ടർ അടൽ അരസൻ, ഡോക്ടർ സുജനപാൽ എന്നിവരോടൊപ്പം എത്തിയ മന്ത്രിയെ ദേവസ്വം ബോർഡ് അംഗം MB മുരളീധരൻ, പ്രേംരാജ് ചൂണ്ടലത്ത്, സ്പെഷ്യൽ കമ്മീഷണർ ഉദയകുമാർ, ബോർഡ് സെക്രട്ടറി P. ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. TCV ന്യൂസ്, തൃശൂർ. യുക്രൈനിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട റഷ്യൻ സംഘത്തിലെ തൃക്കൂർ സ്വദേശി സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. സന്ദീപിന്റെ മൃതദേഹം മോസ്കോയിൽ എത്തിക്കാനായിട്ടില്ലെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു.
റോസ്തോഫിലെ ആശുപത്രിയിൽ നിന്ന് 1000-ലേറെ കിലോമീറ്ററുണ്ട് മോസ്കോയിലേക്ക്. യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ മൃതദേഹങ്ങൾ ആകാശമാർഗം മോസ്കോയിൽ എത്തിക്കുന്നത് എളുപ്പമല്ലെന്നാണ് എംബസിയിൽ നിന്നും അറിയിച്ചത്. റഷ്യൻ പൗരത്വമുണ്ടായിരുന്ന സന്ദീപിന്റെ മൃതദേഹം സൈന്യത്തിന്റെയും സർക്കാരിന്റെയും നടപടികൾ പൂർത്തിയാക്കിയാണ് റസ്തോഫിൽ സൂക്ഷിച്ചിരിക്കുന്നത്. യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ സന്ദീപ് കൊല്ലപ്പെട്ടു എന്ന വിവരം കഴിഞ്ഞ 15-നാണ് വാട്സപ്പ് സന്ദേശമായി വീട്ടുകാർ അറിയുന്നത്. സന്ദീപിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് റഷ്യൻ സൈന്യത്തിന്റെ ഔദ്യോഗിക അനുമതിയായ വിവരം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇന്ത്യൻ എംബസി അധികൃതർ സന്ദീപിന്റെ കുടുംബത്തെ അറിയിച്ചത്. കേരള വിഷൻ നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം പുതുക്കാട് സംഘടിപ്പിച്ചു. കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യനെ തിരിച്ചറിയുന്നവരാണ് മലയാളികളെന്നും വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായഹസ്തവുമായി കുട്ടികൾ വരെ മുന്നോട്ട് വരുന്നത് ഏറെ സന്തോഷവും പ്രചോദനവുമാകുന്നുവെന്നും മന്ത്രി പറഞ്ഞു. പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലെല്ലാം ശ്രദ്ധിക്കാനും ഇടപഴകാനും കഴിയുന്ന സമയങ്ങൾ കൂടി വിദ്യാർത്ഥികൾ കണ്ടെത്തണമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച കെ രാമചന്ദ്രൻ MLA പറഞ്ഞു. കേരള വിഷൻ നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാരം കുട്ടികൾക്ക് ലഭിക്കുന്ന വലിയ ആദരവാണെന്ന് TJ സനീഷ് കുമാർ ജോസഫ് MLA പറഞ്ഞു. 32 വർഷക്കാലമായി പുതുക്കാടും സമീപ പ്രദേശങ്ങളിലും ഏറ്റവും സജീവമായി വാർത്ത അവതരിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് നെക്സസും കേരള വിഷനുമെന്ന് MLA കൂട്ടിച്ചേർത്തു. പട്ടികവർഗക്കാർക്കും മലയോര മേഖലകളിലടക്കം ഇന്റർനെറ്റ് സേവനം എത്തിക്കാൻ കഴിഞ്ഞത് ഇൻഫോ നെക്സസ് കേബിൾ നെറ്റ്വർക്കിന്റെ വലിയ നേട്ടമാണെന്ന് ഓണം പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് പറഞ്ഞു. കോവിഡ് കാലത്ത് വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനത്തിന് സഹായിക്കാൻ കേരള വിഷൻ നെറ്റ്വർക്കിന് സാധിച്ചിരുന്നു. ഇൻഫോ നെക്സസ് കേബിൾ നെറ്റ്വർക്കിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രശംസിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ, ഇൻഫോ നെക്സസ് ചെയർമാൻ ആന്റോ വി മാത്യു, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, ജില്ലാ സെക്രട്ടറി P ആന്റണി, തൃശൂർ കേരള വിഷൻ ചെയർമാൻ PM നാസർ, ഇൻഫോ നെക്സസ് MD K മോഹനൻ, COA പുതുക്കാട് മേഖലാ പ്രസിഡന്റ് KI ഷിഫർ, മേഖലാ സെക്രട്ടറി AP റാഫേൽ, പ്രോഗ്രാം കോർഡിനേറ്റർ P ഗോപകുമാർ, KCCL കേരള വിഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, പുതുക്കാട്. കുന്നംകുളം കാണിപ്പയ്യൂർ ഉഭയൂർ ശിവക്ഷേത്രത്തിൽ മോഷണം. 2000-ഓളം രൂപ മോഷണം പോയി. ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് മോഷണ വിവരം അറിഞ്ഞത്. വാതിൽ തുറന്നുകിടന്ന നിലയിലായിരുന്നു. ഓഫീസ് മുറിയിലെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് മോഷണം പോയത്. ഭണ്ഡാരത്തിന്റെ പുറത്തെ പൂട്ട് തകർക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്തെ അലമാരകളുടെ വാതിലും തുറന്ന നിലയിലായിരുന്നു. ക്ഷേത്രം ഭാരവാഹികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ജില്ലയിലെ തീരദേശ മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തി പോലീസ്. കൊടുങ്ങല്ലൂർ മുതൽ ചേറ്റുവ വരെയുള്ള തീരദേശ മേഖലകളിലാണ് പോലീസ് നിരീക്ഷണം നടത്തിയത്. കൊടുങ്ങല്ലൂർ DYSP VK രാജു, CIമാരായ BK അരുൺ, ഷാജി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. 1 മണിക്കൂറോളം പരിശോധന നീണ്ടുനിന്നു. തീരമേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്തിട്ടുള്ള ഹെലികോപ്റ്ററാണ് ആകാശ നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്നത്. ഒല്ലൂർ വിശുദ്ധ ഏവുപ്രസ്യാമ്മ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് തുടക്കമായി. ബുധനാഴ്ച വൈകിട്ട് നടന്ന കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ഇരിഞ്ഞാലക്കുട രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ ദിനമായ വ്യാഴാഴ്ച രാവിലെ 7:15 ദിവ്യബലിക്ക് ശേഷം നേർച്ച ഭക്ഷണം ആശീർവദിക്കും. 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വെല്ലൂരാൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജോൺ പുത്തൂർ, ഫാദർ ഷിൻഡോ മാറോക്കി എന്നിവർ സഹകാർമ്മികരാകും. തുടർന്ന് മേരിമാതാ പള്ളിയിലേക്ക് തിരുനാൾ പ്രദക്ഷിണവും നടക്കും. ചൊവ്വൂരിൽ ബസ് വൈദ്യുതി തൂൺ ഇടിച്ചു തകർത്തു. ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്ന 2 യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബസ് നിർത്താതെ പോയി. ചേർപ്പ് ഭാഗത്തു നിന്നും വന്നിരുന്ന ശില്പി ബസ്സാണ് ചൊവ്വൂർ ട്രാഫിക് പഞ്ചിംഗ് സ്റ്റേഷനു സമീപത്തുള്ള പോസ്റ്റിൽ ഇടിച്ചത്. ബസ് കാത്തുനിന്നിരുന്ന 2 സ്ത്രീകളാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. PKS ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ അയ്യങ്കാളി സ്മൃതി സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമിയിൽ നടന്ന അയ്യങ്കാളി സ്മൃതി CITU ജില്ലാ സെക്രട്ടറി C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. PKS ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ അധ്യക്ഷത വഹിച്ചു. സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ TS ശ്യാംകുമാർ, PKS ജില്ലാ സെക്രട്ടറി KV രാജേഷ്, സ്വാമി വിശ്വഭദ്രാനന്ദ ബോധി, PK ശിവരാമൻ, PK ഗിരിജ,
PA ലജിക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരിയിൽ അനധികൃതമായി കാറിൽ കടത്തിക്കൊണ്ടുപോവുകയായിരുന്ന പടക്കം ഹൈവേ പോലീസ് പിടികൂടി. കുന്നംകുളത്തേക്ക് കാറിൽ അനധികൃതമായി വിൽപ്പനയ്ക്ക് കടത്തുകയായിരുന്ന 5 ചാക്ക് പടക്കമാണ് ഹൈവേ പോലീസ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് കൊല്ലംകോട് ചീരാണി സ്വദേശികളായ സനൂജ്, സഹായ്, യൂനസ് എന്നിവരെ ഹൈവേ പോലീസ് SI വിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. 5 ചാക്കുകളിലായി 26,500 ഓലപ്പടക്കങ്ങളാണ് അനുമതിയോ ലൈസൻസോ ഇല്ലാതെ കടത്തുവാൻ ശ്രമിച്ചത്. CPOമാരായ മിഥുൻ, KM സുജിത്ത്, UN അജിമോൻ എന്നിവർ പടക്കം പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ അഴീക്കോട് സുഹൃത്തിനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച അതിഥി തൊഴിലാളി അറസ്റ്റിലായി. ആസാം സ്വദേശി രാജു ബരാലിയെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. സുഹൃത്തായ ആസാം സ്വദേശി ബിബുൽ ചതുയയെയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി പ്രതി ആക്രമിച്ചത്. അഴീക്കോട് ഗ്രീൻ പ്ലാസ ഐസ് കമ്പനിയിലെ തൊഴിലാളികളായ ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ഐസ് ബ്ലോക്ക് വലിക്കുന്ന ഇരുമ്പ് കൊത്തിക്കൊണ്ടായിരുന്നു ആക്രമണം. പ്രതിയെ അഴീക്കോട് നിന്നും നാട്ടുകാരുടെ സഹായത്തോടെയാണ് പോലീസ് പിടികൂടിയത്. SIമാരായ അഭിലാഷ്, സെബിൻ, ASIമാരായ തോമസ്, ഗോപകുമാർ, CPOമാരായ ജാക്സൺ, ജിജിൻ ജെയിംസ്, സുമേഷ്, ഹോംഗാർഡ് പ്രദീപ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രതിയുമായി പോലീസ് സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. ഇന്ത്യക്കാരായ കുടിയേറ്റക്കാർ ബ്രിട്ടനിൽ ആക്രമണത്തിന് ഇരയാകുന്നില്ലെന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് MPയും മലയാളിയുമായ സോജൻ ജോസഫ് പറഞ്ഞു. ഇരിഞ്ഞാലക്കുടയിലെ തേലപ്പള്ളിയിലെ വസതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്രിട്ടൻ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ആരോഗ്യരംഗത്ത് മാത്രമാണ് ജോലി സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് അവിടെ മറ്റു കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠനശേഷം സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോകേണ്ട അവസ്ഥയുണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയായ അദ്ദേഹം UK-യിലെ ആഷ്ഫോർഡിൽ നിന്നാണ് MP-യായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സോജൻ ജയിച്ച ആഷ്ഫോർഡിൽ 85% ബ്രിട്ടീഷുകാരാണ് എന്നതാണ് പ്രത്യേകത. 2003-ൽ ലേബർ പാർട്ടിയുടെ യൂണിയനിൽ അംഗമായ അദ്ദേഹം 2015 മുതൽ പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി മാറുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി UK അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റവും അനധികൃത കുടിയേറ്റവും വർദ്ധിച്ചു വരുന്നതായും സോജൻ ജോസഫ് പറഞ്ഞു. നിയന്ത്രിത കുടിയേറ്റമാണ് താൻ ഉൾപ്പെടെയുള്ള ലേബർ പാർട്ടിയുടെ ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊളവല്ലൂർ തൂവക്കുന്ന് സ്വദേശി കോലോത്ത് വീട്ടിൽ രാഖിലിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഈ മാസം 9-ന് ചൊവ്വന്നൂരിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ 2 കിലോ ഹാഷിഷ് ഓയിലും 140 ഗ്രാം MDMAയുമായി 2 പേരെ പിടികൂടിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് രാഖിലിനെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. തുടർന്ന് പോലീസ് ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനിയാണ് അറസ്റ്റിലായ രാഖിലെന്നും സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉടൻ അറസ്റ്റിലാകുമെന്നും പോലീസ് പറഞ്ഞു. സബ് ഇൻസ്പെക്ടർ സുകുമാരൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജോഷി, സിവിൽ പോലീസ് ഓഫീസർമാരായ രവികുമാർ, ശ്രീജേഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കാപ്പ നിയമം ലംഘിച്ച പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കേച്ചേരി ചിറനല്ലൂർ സ്വദേശി അമ്പലത്ത് വീട്ടിൽ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആണ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഗുണ്ടകളെ പിടികൂടുന്നതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിശേഷ നിവേദ്യത്തോടെ തൃപ്പുത്തരി ആഘോഷിച്ചു. പുന്നെല്ലിന്റെ അരി കൊണ്ട് നിവേദ്യം തയ്യാറാക്കി ഗുരുവായൂരപ്പനും ഉപദേവതകൾക്കും പരദേവതകൾക്കും സമർപ്പിക്കുന്നതാണ് തൃപ്പുത്തരി. തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. പുത്തരി പായസവും ഉപ്പുമാങ്ങയും പത്തിലക്കറിയും പുത്തരിച്ചുണ്ട മെഴുക്കുപുരട്ടിയും വിശേഷ വിഭവങ്ങളായി ഉച്ചപൂജയ്ക്കാണ് നേദിച്ചത്. 1200 ലിറ്റർ പുത്തരി പായസമാണ് ഇതിനായി തയ്യാറാക്കിയത്. ഗുരുവായൂരപ്പന് നേദിച്ച പുത്തരി പായസം പിന്നീട് ഭക്തർക്ക് പ്രസാദമായി നൽകി. സംസ്ഥാനത്തെ പ്രഥമ ഫ്രാഞ്ചൈസി ഫുട്ബോൾ ലീഗായ സൂപ്പർ ലീഗ് കേരളയിലെ തൃശൂർ ടീമായ തൃശൂർ മാജിക് FC-യുടെ ലോഞ്ചിംഗ് നടന്നു. തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ടീമിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചത്. ടീം ജേഴ്സിയും അദ്ദേഹം പ്രകാശനം ചെയ്തു. ടീമിനെയും ചടങ്ങിൽ പരിചയപ്പെടുത്തി. ചലച്ചിത്ര നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനും ചലച്ചിത്ര താരം നിവിൻ പോളിയുമാണ് തൃശൂർ ആസ്ഥാനമായ ടീമിന്റെ ഉടമകൾ. നിവിൻ പോളിയാണ് ടീമിന്റെ ബ്രാൻഡ് അംബാസഡറും. കേരള ഫുട്ബോൾ അസോസിയേഷനും യുണൈറ്റഡ് ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡും സംയുക്തമായാണ് ലീഗ് സംഘടിപ്പിക്കുന്നത്.
തൃശൂരടക്കം 6 ടീമുകളാണ് ലീഗിന്റെ പ്രഥമ സീസണിൽ മാറ്റുരയ്ക്കുന്നത്. നടൻ പൃഥ്വിരാജാണ് കൊച്ചി ടീമിന്റെ ഉടമ. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയമാണ് തൃശൂർ മാജിക്കിന്റെ ഹോം ഗ്രൗണ്ട്. സീസണിന്റെ ഉദ്ഘാടന മത്സരം സെപ്റ്റംബർ 7-ന് കൊച്ചിയിൽ തുടക്കമാകും. ചെയ്തു തീർക്കേണ്ട കാലഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. തൃശ്ശൂരിന് MP-യുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ തൃശ്ശൂർ മാജിക് അല്ലെ, ഫുട്ബോൾ മാജിക് ഫ്രെയിംസിൽ നിന്ന് വരുന്നു സഹർഷം. ചാവക്കാട് കടപ്പുറം അഴിമുഖത്ത് ഡോൾഫിന്റെ ജഡം കരയ്ക്കടിഞ്ഞു. രൂക്ഷമായ ദുർഗന്ധത്തെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് ഡോൾഫിന്റെ ജഡം കണ്ടെത്തിയത്. 12 അടി നീളവും 200 കിലോ തൂക്കവും കണക്കാക്കുന്നു. SC/ST പാർലമെന്റ് കമ്മിറ്റി, കേരള യൂത്ത് ക്ലബ്ബ് അസോസിയേഷൻ, അയ്യപ്പൻ നാടൻ കലാസമിതി എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അയ്യൻ സ്മൃതി യാത്ര അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. തൃശൂരിൽ നടന്ന സമ്മേളനം SC/ST പാർലമെന്റ് കമ്മിറ്റി ചെയർമാൻ ബിജു ആട്ടൂർ ഉദ്ഘാടനം ചെയ്തു. SC/ST പാർലമെന്റ് കമ്മിറ്റി രക്ഷാധികാരി PV സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. PK ജയരാജൻ, MS ഗംഗാധരൻ, ആൻഡോ മോഹൻ, ജയപ്രകാശ് ഒളരി, തിലകൻ പുളനക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. ഒരുമ ഫാഷൻ ഹബ് വെഡ്ഡിംഗ് സെന്റർ ചന്ദ്രാപിന്നിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചന്ദ്രാപിന്നി നമ്പ്ര ടീച്ചറിൽ ആരംഭിച്ച ഒരുമ ഫാഷൻ ഹബിന്റെ ഉദ്ഘാടനം കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ നിർവഹിച്ചു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM മുഹമ്മദ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഒരുമ ഫാഷൻ ഹബ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ MCM മൊയ്തീൻകുട്ടി ഹാജി ഏറ്റുവാങ്ങി. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, കേരള ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ബാബു MN ഫാഷൻസ് എന്നിവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് അംഗങ്ങളായ PMS ആബിദീൻ, ഷിനി സതീഷ്, ഷിനിത വത്സൻ, സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, ഒരുമ ഫാഷൻ ഹബ് മാനേജിംഗ് ഡയറക്ടർ PM നൌഷാദ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ PA നൌഷാദ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ 1000 കുടുംബങ്ങൾക്ക് പച്ചക്കറി കിറ്റ് വിതരണവും നടത്തി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ധനസഹായം ഒരുമ ഫാഷൻ ഹബ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നസീർ കൊറ്റായി കൈമാറി. ഫ്രണ്ട്സ് ഫോർ എവർ ചാരിറ്റബിൾ ട്രസ്റ്റുമായി സഹകരിച്ച് വിശക്കുന്നവന് ഭക്ഷണം സൗജന്യമായി നൽകുന്ന ഭക്ഷണ കൗണ്ടറിന്റെ ഉദ്ഘാടനം തിരൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KJ ജിനേഷ് നിർവഹിച്ചു. 2 നിലകളിലായാണ് ഒരുമ ഫാഷൻ ഹബ് വെഡ്ഡിംഗ് സെന്റർ ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ബ്രാൻഡഡ് വസ്ത്രങ്ങളും ഏറ്റവും വിലക്കുറവിൽ ഇവിടെ ലഭിക്കും. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ ലഭിക്കും. 2025 ജനുവരി 1-ന് നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഹോണ്ട ആക്ടീവ സ്കൂട്ടർ സമ്മാനമായി നൽകും. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6715 രൂപ, പവന് 53720 രൂപ, വെള്ളി ഗ്രാമിന് 93 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3214 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. യുവനടിയുടെ പീഡന പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ കേസെടുത്തു. നടിയുടെ വീട്ടിലെത്തി പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തു. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് സാറ ജോസഫ് ഉൾപ്പെടെ സ്ത്രീപക്ഷം പ്രവർത്തകർ സംയുക്ത പ്രസ്താവന ഇറക്കി. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പോലീസ് അന്വേഷണം തുടങ്ങി. മാധ്യമപ്രവർത്തകർ വഴി തടഞ്ഞുവെന്നാരോപിച്ച് സുരേഷ് ഗോപി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ജില്ലയിലെ മഴക്കെടുതിയിൽ നഷ്ടപരിഹാരം അടിയന്തരമായി നൽകുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. നാശനഷ്ടങ്ങളുടെ കണക്കുകൾ സംബന്ധിച്ച് ജില്ലാ കളക്ടർ വിശദമായ റിപ്പോർട്ട് നൽകിയെന്നും മന്ത്രി. തൃശൂർ ശക്തൻ നഗറിൽ KSRTC ബസ് ഇടിച്ച് തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ ഇനിയും പുനഃസ്ഥാപിച്ചില്ല. പ്രതിമ പുനഃസ്ഥാപിക്കാത്തത് ശക്തൻ തമ്പുരാനോടുള്ള കോർപ്പറേഷൻ അധികാരികളുടെ അവഗണനയാണെന്ന് ആരോപണം. വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനത്തെ ആൽമരത്തിന് കേരള വനഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ പുനർജീവനം നൽകിയത് കാണാൻ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനെത്തി. മരങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അത്ഭുതകരമാണെന്ന് മന്ത്രി.
യുക്രൈനിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട തൃക്കൂർ സ്വദേശി സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. മൃതദേഹം മോസ്കോയിൽ എത്തിക്കാനായിട്ടില്ലെന്ന് ഇന്ത്യൻ എംബസി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.